ചങ്കുകളെ, സത്യം സത്യം മാത്രം പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് ഞങ്ങൾ കാണില്ല എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത്. അതായത് ബിഗ് ബോസ് ഞങ്ങൾ തുടങ്ങുമ്പോൾ കണ്ടോളൂ, ഈ അഖിൽമാരാരുടെയും അതുപോലെ റിയാസ് ഖാന്റെയും ഈ റിയാസ് സലീമിന്റെ ഒന്നും മുഖം ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതായത് ഇവര് മാത്രമേ ഉള്ളോ, നിങ്ങൾക്ക് വേറെ ആരും ഇല്ലേ, നിങ്ങളുടെ നിഘണ്ടുവിൽ വേറെ ആരും ഇല്ലേ? ഏതവനാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും ബാധിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു മഹാ ചാനലിന് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ അഖിൽമാരാരും ഈ റിയാസും മാത്രമാണോ? വേറെ ഒരുത്തനും ഇല്ലേ? എല്ലാവരും തീർന്ന എന്തൊരവസ്ഥയാണ്. ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കണം. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കണ്ട് മടുത്താടുന്ന ഇവറ്റകളുടെ. ഇന്നലെ ഇപ്പൊ ഇവരുടെ ആ ഒരു തീപാറുന്ന തുറക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അഖിൽമാരൊക്കെ ഇച്ചിരി ഗുളികയോ വെള്ളം എന്തെങ്കിലും കൊടുക്കാൻ മനുഷ്യന്, എന്നിട്ട് ചോദിക്ക്. അല്ലെങ്കിലേ ഒരു പടം കൊണ്ട് ശരിക്കും കോക്ക് കാണണ്ടാ, കോക്കിന്റെ കണ്ണിലെങ്ങാറ്റ് ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ അഖിൽമാരാറെ നിങ്ങൾ തീർന്ന്. അതായത് പിന്നെ നിങ്ങളില്ല. കാരണം അത്രമാത്രം ചീപ്പായിട്ടുള്ള. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. സമ്പാദ്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. സമ്പാദ്യങ്ങൾ മുഴുവൻ ഒഴുകി തീർന്നു. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ പഴയ വെല്ലുവിളികളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ അറിയാ, പഴയ പോലെ ജോലിക്ക് പോകേണ്ടി വരും, വെല്ല മാങ്ങാ കച്ചവടം വേറെ എന്തെങ്കിലും പോകേണ്ടി വരുന്ന മാരാർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഒരു ഷോയിൽ വരണമെങ്കിൽ 5 ലക്ഷം വേണം എന്ന് പറയുന്ന മാരാർ ഇപ്പോഴേ 5 ഉറുപ്യ കൊടുത്തു കഴിഞ്ഞാലും മാരാർ റെഡിയാണ്. ഡെയിലി 500 വെച്ച് തന്നു കഴിഞ്ഞാലും മതി എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കാരണം എന്താ, വേറെ ഒന്നുമല്ല, അയാളുടെ പൊങ്ങച്ചങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അയാൾക്ക് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അയാളുടെ എല്ലാം കഴിഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണല്ലോ. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അങ്ങനെ കാണുന്നുണ്ടാവൂലേ? എന്തൊക്കെ അഹങ്കാരായിരുന്നു. അയ്യോ, ഭയങ്കര അഹങ്കാരല്ലേ. മാതാപിതാക്കൾ ഈ വയസ്സിലും ഇയാൾ 2-3 കോടി രൂപേന്റെ സ്വത്തിന്റെ ആള്, ആ മാതാവ് ഇപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ന്യായീകരണം. അതായത് അവരൊക്കെ അങ്ങനെ ജീവിക്കട്ടെ എന്ന്. നമ്മളൊക്കെ എന്താ ചെയ്യുക? നമ്മുടെ ഒരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലീനെ, അമ്മ അച്ഛൻ ഇവരൊക്കെ സംരക്ഷിക്കൂലേ? ഇദ്ദേഹം എന്താ പറയുന്നത് അറിയാം, അതെല്ലാം അങ്ങനെ അങ്ങ് പോയിക്കോളുന്നു. ഇന്നലെ ഇപ്പോഴേ ആ ഒരു പ്രമോ വന്നതിൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള ട്രോളിലേക്കാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ പോലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ, എൻ്റെ പൊന്നു മക്കളെ, രഞ്ജിനിക്ക് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് രഞ്ജിനിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഭയങ്കര സ്വാധീനിക്കുന്നതാണ്. പക്ഷേ ഈ അഖിൽമാരാർ എന്ന് പറയുന്നവൻ എന്ത് നിലപാടാണ് അവനുള്ളത്? അതുപോലെ ഈ റിയാസ് സലീം എന്ന് പറയുന്ന അവൻ എന്ത് നിലപാടാണുള്ളത്? അവൻ ആരെയാണ്, അവൻ എന്താ ചെയ്യുന്നത്? വെറുപ്പിക്കല് ജനങ്ങളാ. ഓരോ സീസണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ കൊണ്ടുവരുമ്പോഴും ഞാനൊക്കെ TV ഓഫ് ചെയ്ത് വെക്കലാണ്. എന്നിട്ട് ആരോടെങ്കിലും ചോദിക്കലാണ്, ഇന്ന് എന്തുണ്ടേ പരിപാടി എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവന്റെ ഒന്നും വെറുപ്പിക്കല് കാണാൻ കഴിയാതെ കൊണ്ടാണ്. അതായത് എന്താ ഇന്നലെ എന്തോടെ ആണി വലിച്ചെറിയുന്നു, ആണി വലിച്ചെറിയുന്നു. അതുപോലെ തന്നെ മാരാറ് മറ്റേ ഈ എന്താ പറയേണ്ടത്, അയാൾക്ക് പറ്റിയത് തന്നിട്ടാ വാർപ്പിന്റെ പണിക്ക് പോന്നേ. ആ സാധനമില്ല, ആ സാധനവും വലിച്ചു പോന്ന്. അതായത് സിമെന്റ് കോരി ഇട്ട് കൊടുക്കുന്നേ. അല്ല, അതാ ഇനി അടുത്ത പരിപാടി. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ മാരാർക്ക് ഈ ബിഗ് ബോസ് ടീം കൊടുത്തൊരു പണിയായത്. അതായത് ഇവരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ തോറ്റ ഇവറ്റകൾ ഒരു നിലപാട് ഒരു ഇതും ഇല്ലാത്ത ഇവറ്റകളാണോടെ ഒരു പുതിയ ഒരു മത്സരാർത്ഥികളെ കണ്ടെത്തേണ്ടത്? എന്തെങ്കിലും ഒരു നിലവാരമുണ്ടോ? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ നിലവാരം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോടെ. ഇവനെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഹോട്ടൽ ടാസ്ക് വരും. അതിൻ്റെ അകത്ത് വരുന്നതും റിയാസ് തന്നെ, അല്ലെങ്കിൽ സമദ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വരുള്ളൂ രജിത് കുമാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ ഒരു കളിയുണ്ട്. ആ കളിയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഉള്ളിൽ ഒരു വലിയ കളി നടക്കുന്നുണ്ട്. ആ കളിയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ പ്രേക്ഷകര് മണ്ടന്മാരല്ല, അത് ആലോചിക്കണം. പ്രേക്ഷകര് മണ്ടന്മാരല്ല. ഇവന്മാരെ പോലെയുള്ള ഇങ്ങനെയുള്ള ഊളകളെ കൊണ്ടുവന്നിട്ട് ഒരു പ്രോഗ്രാമും നടത്തിയിട്ട് അത് നിങ്ങളൊരു 10-21 ദിവസം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നടയത്? ഇതിലും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തൂടെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കാണാതിരിക്കുന്നവന്മാരാണ് ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. അതായത് പിന്നെ സെപ്റ്റംബർ 8-നാണ് ഇത് ബിഗ് ബോസ് തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് കാണുന്നവര് ഭാഗ്യവന്മാരാണ്. നമുക്ക് പിന്നെ പറ്റൂലല്ലോ, നമുക്ക് നമ്മളെ ജോലിയായി പോയില്ലേ. അപ്പോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ടീമുകൾക്ക് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു കിളിമായ അവസ്ഥയായി ഇവർക്ക്. ഇവരുടെ കിളി പോയിരിക്കുകയാണ് ശരിക്ക്. കാരണം ഈ ഷോ എങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഡയറക്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പിന്നെ ഈ ഹോട്ട്സ്റ്റാറെങ്കിലും ഇത് ഇടപെടണ്ടേ? അതായത് ഇത്രയും ട്രോള് കിട്ടിയ അല്ലെങ്കിൽ ജനങ്ങൾ വെറുത്ത
മത്സരാർത്ഥികൾ, പിന്നെ മാരാറ് എന്ന് പറയുന്നവൻ ഇപ്പൊ തോറ്റ് തുന്നമ്പാടി വന്ന ഒരുത്തനാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് കുറച്ചൊക്കെ വില ജനങ്ങളുടെ അടുക്ക് ഉണ്ടെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്ന തരത്തിൽ കുറെ പ്രസ്താവനകളും നടത്തി, സ്ത്രീകളെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രസവത്തിന്റെ പേരിൽ മറ്റേ ഇതും നടത്തി, ഇവനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് നാണോ മാനോ ഉളുപ്പും ഇല്ലാതെ ഇവനെ കൊണ്ടുവന്നിട്ട് ജഡ്ജസ് ആയിട്ട് ഇരുത്തിയിരിക്കുന്നത്. ഇത്രയും ദാരിദ്ര്യമാണെങ്കിൽ എൻ്റെ പൊന്ന് ഏഷ്യാനെറ്റ് എന്തിനാ ഈ പരിപാടി? ഇവരുടെ അഗ്നിപരീക്ഷ ഇത് തെലുങ്കോ എന്ന മലയാളത്തോ കണ്ടിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ അഗ്നിപരീക്ഷ ഇതൊരു കോമഡി ആയിരിക്കുന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടാ. അതായത് ഇതൊരു കോമഡി പരിപാടി ആയിരിക്കുമായിരുന്നു, ഒരു കോമാളി പരിപാടി തന്നെ ആയിരിക്കുമായിരുന്നു, ഇല്ലാത്ത സംശയമില്ല. കാരണം ഇവനൊക്കെ എന്ത് പറയാനാടേ? ഈ റിയാസ് സലീം എന്തൊക്കെ ഇന്നലെ ഈ റിയാസ് സലീമിന്റെ ഇത് കണ്ടു നിങ്ങള്? ആരുണ്ടോ മനസ്സിലായ? അതുപോലെ തന്നെ മാരാറ് മറ്റേ പണ്ട ഏതൊരു സിനിമ ഇറങ്ങിയിട്ടില്ലേ, എന്നാ മറ്റേ മുള്ളംകൊല്ലിയ, ആ ഒരു സിനിമ ഇറങ്ങിയില്ല. ആ സിനിമയില്ലേ ഒരു ചോദ്യം, മറ്റേ നമ്മുടെ മാധവ് സുരേഷ് ചോദിച്ച പോലെ ഗുണ്ടകളാണെങ്കിലും ഞങ്ങൾ അനാഥരല്ല, അതുപോലെ തന്നെയാണ് മാരാറ് എന്തോ ഒരു ചോദ്യം ചോദിച്ചിന്. പിന്നെ മറ്റേ എന്നാ ലൈറ്റർ, ഇതിൽ ഏത് നൂറ്റാണ്ടിലെയാടേ? അതാണ് എനിക്ക് മനസ്സിലായത്. ഈ ലൈറ്റർ പരിപാടിയിൽ ഇനിയും നിർത്താനായിട്ടില്ലടേ. ഇതൊക്കെ പണ്ട് മറ്റേ എന്നാ ബാലങ്കേ നായരുടെ സിനിമയിൽ വരെ കണ്ട് മടുത്ത സംഭവമാണ് നടന്നത്. എന്നിട്ട് ഇപ്പോഴും ഇവൻ മാറി ഞൊണ്ണൻ ലൈറ്ററും കൊണ്ട് കളിക്കുന്നടേ. ബിഗ് ബോസ് എന്നുള്ള പറയുന്ന പരിപാടിക്ക് ഇത്രയും ബലിയുള്ളോ? എൻ്റെ പൊന്നി ലാലേട്ടാ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് രാജിവെച്ച് പോയിക്കും. എന്തിനാ വെറുതെ ജനങ്ങളെ കൊണ്ട് പറയിക്കുന്നത്? അതായത് ഇനി ഇവര് കാണിക്കുന്ന ഈ പോക്കൃത്തത്തിന് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴി കേൾക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടനായിരിക്കും. കണ്ടോ, അങ്ങേരെ നല്ല രീതിയിൽ തെറിയാക്കേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം മോശപ്പെട്ട ഇതിലാണ് ഇവന്മാർ ഈ ഷോ കൊണ്ടുപോവുക. അതാണ്. അതായത് ഇവരുടെ വക എന്തെങ്കിലും കുറെ ഇതിലുണ്ട്, വെറുപ്പിക്കല് തന്നെയായിരിക്കും, വേറെ ഒന്നല്ല. റിയാസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കാനല്ലാതെ ഓനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷക പ്രീതി എവിടെയെങ്കിലും പിടിച്ചു പറ്റിയിട്ടുണ്ട നല്ല രീതിയിൽ വെറുപ്പിക്കുവാണെന്ന്. അതുപോലെ തന്നെ മാരാറും. അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവനൊന്നും സഹിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വരരുത്. കാരണം നിങ്ങൾ ആ ബിഗ് ബോസ് തുടങ്ങുവാൻ കണ്ടാൽ മതി, വളരെ ഊളത്തരായിപ്പോയായിരുന്നു. ഒരു കിളിപോയ കുറേ ടീമുകൾ, കിളിപോയ കുറേ ഇതിൻ്റെ ഡയറക്ടർമാർ, കിളിപോയ കുറേ ഇതിൻ്റെ അണ്ണന്മാർ, വളരെ മോശം. എവിടുന്ന് കിട്ടിയടേ നിങ്ങൾക്കെല്ലാം? ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടാവും അവിടുന്ന്? സാധാരണക്കാരുടെ പരിപാടിയാണെങ്കിൽ എത്രമാത്രം ജഡ്ജസിനെ കിട്ടും, എത്ര നല്ല ആൾക്കാരെ കിട്ടും. ഇത് ഇവന്മാരുടെ ഒരു എന്നാ പറയേണ്ടത്, അയ്യ വളരെ മോശം. ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോ സുരേഷോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, നല്ല നല്ല ആൾക്കാർ. ഇവർക്ക് ആകെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്തല്ലേ നിന്ന് മറ്റേ എന്നാ ചിയാസ് കരീം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇങ്ങനെയുള്ള കുറെ ടീമുകളെയും വളരെ മോശമായിരുന്നു. വേറെ വല്ല പണിയും നോക്കിക്കൂടെയായിരുന്നു. ബിഗ് ബാഷ് തേങ്ങാക്കൊലയും കൊണ്ട് വന്നിരിക്കുന്നതായിരുന്നു. എന്താന്നറിയ ഇത്? നിങ്ങൾക്കെല്ലാം പറയാം എന്തെങ്കിലും വേറെ ജോലിക്ക് എന്തെങ്കിലും പോയിക്കൂടെയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് 3 മാസം ഇത് തന്നെയല്ലേ പരിപാടിയല്ലേ? തെറി കേൾക്കണോ? തെറിയോട് തെറിയായിരിക്കുമല്ലോ. സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടാ. അതായത് ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലും തോന്നിയൊരു പരിപാടി ആയിരിക്കുമല്ലോ. നിങ്ങളുടെ മനസ്സിൽ പ്രേക്ഷകരായ നിങ്ങളുടെ മനസ്സിലും തോന്നിയിട്ടുണ്ടാവുമല്ലോ. ഇവരെന്തായി കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിടാതെ പറഞ്ഞോ. നന്ദി, നമസ്കാരം.